ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെ 95-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നതാകുന്ന ബസേലിയസ് സ്മൃതി ഓൺലൈൻ പ്രഭാഷണ പരമ്പരയുടെ 3-ാം ദിവസം ഇന്നത്തെ പ്രഭാഷണത്തിന് നേതൃത്വം നൽകുന്നത് പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലെ മലയാള വിഭാഗം മേധാവിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി പ്രൊഫസർ ബിൻസി റെജിയാണ്. ഈ ഡയറായുമായിട്ടും കുടുംബപരമായി വളരെ ബന്ധമുള്ളതാകുന്ന ഒരു വ്യക്തിയാണ് ശ്രീമതി ബിൻസി റെജി. ശ്രീമതി ബിൻസി റെജിയുടെ ഇന്നത്തെ ഈ പ്രഭാഷണം നടത്തുവാനായിട്ട് സമ്മതിച്ചുള്ളതാകുന്ന നന്ദി അറിയിച്ചുകൊണ്ട് ബിൻസി റെജിയെ ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വ്രതനിഷ്ഠമായ തപോജീവിതം കൊണ്ട് ആധ്യാത്മിക പ്രഭ പരത്തിയ മലങ്കരയുടെ ദ്വിതീയ കാതോലിക്ക മോറന്മാർ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ ബാവായുടെ പ്രാർത്ഥനാ പരിമളം പരക്കുന്ന മണ്ണിൽ ആ പുണ്യസ്മരണകൾക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് പൂർവസൂരികളായ പുണ്യപിതാക്കന്മാരുടെ മധ്യസ്ഥതയിലും പരമകാരുണികനായ ദൈവത്തിൻ്റെ സന്നിധിയിലും ശരണപ്പെട്ടുകൊണ്ട് ഈ പുണ്യനിമിഷങ്ങളെ നമുക്ക് ശ്രവിക്കാം. വള്ളിക്കാട് ദയറ മാനേജർ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ പി ഡാനിയലച്ചൻ, വിശ്വാസികളുടെ സമൂഹമേ, നാം ഇന്ന് അനുസ്മരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 2ാമത്തെ കാതോലിക്ക മോറന്മാർ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ ബാവായുടെ ഓർമ്മ പെരുന്നാളുമായി ബന്ധപ്പെട്ടാണ്. പരിശുദ്ധ ഗീവർഗീസ് പ്രഥമൻ ബാവായെ അനുസ്മരിക്കുമ്പോൾ കോട്ടയം വാകത്താനം വള്ളിക്കാട് കാരുച്ചിറ ഭവനത്തിലാണ് പരിശുദ്ധ പിതാവിൻ്റെ ജനനം. കടവിൽ മാർ അത്താനാസ്യോസ് മെത്രാപ്പൊലീത്തയുടെയും പരുമലമാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും ശിഷ്യത്വം, പാമ്പാടി തിരുമേനിയുടെ പ്രാർത്ഥനാനിർഭരമായ ഊർജ സ്രോതസ്, പരിശുദ്ധ അബ്ദത്ത് മശിക പാത്രിക്കീസ് ബാവയിൽ നിന്നും വട്ടശ്ശേരിൽ തിരുമേനിയുടെ സഹകരണത്തിൽ മെത്രാപ്പോലിത്ത സ്ഥാനലബ്ധി, അങ്കമാലി കോട്ടയം ഭദ്രാസനങ്ങളുടെ മെത്രാപ്പോലിത്ത ചുമതലകൾ, ഇങ്ങനെ വ്യത്യസ്തമായ ഭാവങ്ങളിൽ സ്ഥാനങ്ങളിൽ പരിശുദ്ധ സഭയെ അലങ്കരിച്ചിരുന്ന വന്യപിതാവിൻ്റെ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ പരിശുദ്ധ പിതാവ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അധിപനായി സ്ഥാനമേൽക്കുന്നത് സഭ, സമൂഹം ആകമാനം വ്യത്യസ്തമായ പ്രതിസന്ധികളെ നേരിട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. 1-ാം കാതോലിക്ക മോറന്മാർ ബസേലിയോസ് പൗലോസ് പ്രഥമൻ ബാവ കാലം ചെയ്തതിനെ തുടർന്ന് 1925 നിരണത്ത് വെച്ച് പൗരസ്ത്യ കാതോലിക്കയായി പരിശുദ്ധ പിതാവ് വാഴിക്കപ്പെടുകയാണ്. പരിശുദ്ധ ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ ജീവിതഘട്ടത്തിൻ്റെ പൂർവാർത്ഥം നാം പരിശോധിക്കുമ്പോൾ സഭയും സമൂഹവും പാശ്ചാത്യ മിഷണറിമാരുടെയും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൻ്റെയും നവീകരണ വിശ്വാസങ്ങൾ ഉയർത്തിയ കോളിളക്കങ്ങൾ ഒരു വശത്ത് സംജാതമാണ്. നമുക്കറിയാം, ബ്രിട്ടീഷ് ആധിപത്യവും മിഷണറിമാരുടെ ആഗമനവും തൽഫലമായി നിലവിലിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് പാശ്ചാത്യ വിശ്വാസവും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം അടിച്ചേൽപ്പിക്കുന്നതിനും അതനുസരണമായി സമൂഹത്തെ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നതിനും ശ്രമിച്ച ഒരു വലിയ പരിവർത്തന ശ്രമങ്ങൾ. മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മലങ്കരയിലേക്ക് കടന്നു വന്നവർ വിദ്യാഭ്യാസത്തോടൊപ്പം ധാരാളം സാമൂഹിക പുരോഗതിക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിൽ ധാരാളം പുരോഗതിക്ക് വേണ്ടി അത് അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ പാതയിലേക്ക് നമ്മെ നയിച്ചുവെങ്കിലും വിശ്വാസപരമായി നമ്മിൽ നവീന ആശയങ്ങളുടെ, നവീന വിശ്വാസത്തിൻ്റെ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഈ പ്രൊട്ടസ്റ്റൻ്റ് കടന്നുകയറ്റം മൂലം സംജാതമായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇതോടൊപ്പം തന്നെ മറ്റൊരു വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് പിതാവിൻ്റെ കാലഘട്ടം സഭ കടന്നു പോകുന്നത്. 19-ാം ശതകത്തിൻ്റെ പൂർവാർത്ഥത്തിൽ മലങ്കര സഭയുടെ ലൗകികാധികാരം കൈയാളാനുള്ള പത്രോസ്തുതിയൻ ബാവയുടെയും പാത്രിക്കീസ് വിഭാഗത്തിൻ്റെയും ഒക്കെ ശ്രമവും, അതേ തുടർന്ന് അബ്ദുള്ള പാത്രിക്കീസ് എത്തിയപ്പോൾ സഭാഗാത്രത്തിൽ പുതിയൊരു പിളർപ്പ് കൂടി സംജാതമാകുന്ന ഒരു കാലഘട്ടമാണ് പരിശുദ്ധ പിതാവ് സഭയുടെ പ്രഥമ ശ്രേണിയിലേക്ക് കടന്നു വരുന്നത്. 1912 മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിതമാവുകയും 1-ാമത്തെ പൗരസ്ത്യ കാതോലിക്കയെ വാഴിക്കുകയും ചെയ്തുവെങ്കിലും
സഭാന്തരീക്ഷം ഏറെ കലുഷിതമായി നിലനിന്നു. പരിശുദ്ധ ബസേലിയോസ് പ്രഥമൻ ബാവ കാലം ചെയ്തതിനെ തുടർന്ന് ദീർഘകാലത്തിന് ശേഷമാണ് ഈ സ്ഥാനത്തേക്ക് പരിശുദ്ധ കാതോലിക്കയായി പരിശുദ്ധ പിതാവ് കടന്നു വരുന്നത്. ആ ഒരു കാലഘട്ടം ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധ പട്ടശ്ശേരി തിരുമേനിയുടെ മുടക്കിന് ശേഷമുള്ള പിളർപ്പിൻ്റെ കാലത്ത് അന്ത്യോക്യായുടെ ഇഗ്നാത്തിയോസ് അബ്ദുള്ള ദ്വിതീയൻ പാത്രിയർക്കീസ് മലങ്കര സന്ദർശിക്കുമ്പോൾ റംബാനായിരുന്ന വാകത്താനത്ത് ബാവയെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ അന്നത്തെ പാത്രിയർക്കീസ് പക്ഷത്തിലുള്ളവർ വളരെയധികം ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതും ഇത്തരുണത്തിൽ നമുക്ക് സ്മരിക്കാവുന്നതാണ്. എന്തുകൊണ്ടും പിതാവിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ സ്ഥാനമാനങ്ങളിലും അധികാരങ്ങളിലും ഭ്രമിച്ചു പോകാതെ അത്തരം അവസരങ്ങളെ സ്നേഹപൂർവ്വം നിരസിക്കുന്നതിനും തനിക്ക് അതിന്മേലുള്ള യോഗ്യതയില്ല എന്ന് സ്വയം വിനീതപ്പെടുന്നതിനുമുള്ള ഒരു രീതിയാണ് പരിശുദ്ധ പിതാവിൽ കണ്ടുകൊണ്ടിരുന്നത്. വ്യവഹാരത്തിൻ്റെ കാറും കോളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ വിശുദ്ധിയാർന്ന ജീവിതം കൊണ്ട് സഭാംഗങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ പരിശുദ്ധ പിതാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുവാൻ പാകത്തിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കാതോലിക്ക ബാവയായി മാറുകയായിരുന്നു പരിശുദ്ധ പിതാവ്. ഗുരുവായ കടവിൽ മാർ അത്താനാസിസ് തിരുമേനി തൻ്റെ ശിഷ്യനിൽ പരുമല തിരുമേനിയുടെ പിൻഗാമിയെയാണ് ദർശിക്കുന്നത്. റെനി വിലാത്തി മാർ തിമോത്തിയോസിനെ വാഴിക്കുവാനായി കൊളംബിലേക്ക് പോകുമ്പോൾ കൂടെ കൂട്ടുന്നത് പരിശുദ്ധ പിതാവിനെയാണ്. സഭയിൽ വിശ്വാസത്തോടുകൂടി വിശ്വാസ തീവ്രതയോടുകൂടി ഉറച്ചു നിൽക്കുന്നതിനും സഭയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അതിതീവ്രമായ ശ്രമങ്ങളും താല്പര്യവുമാണ് പരിശുദ്ധ പിതാവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഭയുടെ പരമാധ്യക്ഷൻ എന്ന പേരിലും സാമൂഹിക പരിഷ്കർത്താവ് എന്ന പേരിലും വളരെ ശ്രേഷ്ഠമായ പ്രവർത്തന ശൈലിയാണ് പരിശുദ്ധ പിതാവ് കാഴ്ചവെച്ചത്. ഒരേ സമയം അധികാരത്തോടും സമ്പത്തിനോടുമുള്ള താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ഒരു നിശ്ചിതമായ അകലം അധികാരത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും പാലിക്കുന്നതിന് പരിശുദ്ധ പിതാവ് ശ്രമിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മെത്രാൻ സ്ഥാനത്തേക്കും കാതോലിക്ക സ്ഥാനത്തേക്കും തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള ക്ഷണം നിരസിക്കുന്നതും താൻ അയോഗ്യനാണെന്ന് വിനയപ്പെടുന്നതും ഒക്കെ തന്നെ അപ്രകാരം ഒരു സ്ഥാനലബ്ധിയിൽ ഒട്ടും തന്നെ താല്പര്യമില്ലാതിരിക്കുകയും പ്രാർത്ഥനാപൂർവം വിനയപൂർവം അത് പിന്മാറാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ തന്നെയും പട്ടശ്ശേരി തിരുമേനിയുടെയും മറ്റും നിർബന്ധത്തിന് വഴങ്ങി തനിക്ക് പ്രായക്കൂടുതലായതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നറുക്കിട്ട് പരുമലയിൽ വെച്ച് നറുക്കിട്ട് പരിശുദ്ധ പിതാവിന് തന്നെ കുറിവീഴുകയും കാതോലിക്ക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ്. അതേപോലെ തന്നെ തൃക്കുന്നത്ത് സെമിനാരിയുടെയും മറ്റും ചുമതലകൾ വഹിക്കുന്ന സമയത്ത് കടവിൽ മാർ അത്തനാസിസ് തിരുമേനിയുടെ സെക്രട്ടറിയായി വർത്തിക്കുമ്പോൾ സെമിനാരി ഭരണവും അതുമായി ബന്ധപ്പെട്ട കണക്കുകളും എല്ലാം തന്നെ ഇദ്ദേഹത്തിലാണ് ആയിരുന്നെങ്കിൽ തന്നെയും കടവിൽ മാർ അത്തനാസിസ് തിരുമേനിയുടെ തൻ്റെ ഗുരുനാഥൻ്റെ നിര്യാണത്തിന് ശേഷം കാലം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടിയന്തരത്തിന് ശേഷം എല്ലാ കണക്കുകളും കൃത്യമായി ബോധിപ്പിച്ച് ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പരിശുദ്ധ പിതാവിലേക്ക് നാം കുറച്ചുകൂടി ആഴത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ശക്തനായ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനും ഒരു സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു പരിശുദ്ധ പിതാവെന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം ഇന്ന് കാണുന്ന വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ കുടിപ്പള്ളിക്കൂടങ്ങളിലും അതേപോലെ ആശാൻ പള്ളിക്കൂടങ്ങളും മാത്രം വിദ്യാഭ്യാസത്തിനുള്ള മാർഗങ്ങളായി മാറിയിരുന്ന സമയത്ത് അത്തരണത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൂടി കടന്നു വന്നതാണ് പരിശുദ്ധ പിതാവും. നിലത്തെഴുത്തും കുടിപ്പള്ളിക്കൂടവും മാത്രം ആശ്രയിക്കാമായിരുന്ന ഒരു കാലഘട്ടത്തിൽ 10 കിലോമീറ്ററോളം 10 മൈലുകളോളം അപ്പുറം പോയി യാത്ര ചെയ്ത് പഠിക്കുക എന്നത് വലിയൊരു ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ ബന്ധുഗൃഹമായ മാളിയേക്കൽ കുടുംബത്തിൽ താമസിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് 3ാം ക്ലാസ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. ശമാശ പഠനവുമായി ബന്ധപ്പെട്ടും നമുക്ക് അറിയാം, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ കൂടി കടന്നു പോകുമ്പോൾ കളപ്പുരയ്ക്കൽ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ശമാശ പഠനം പൂർത്തിയാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു വന്ന പിതാവിന് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, ഒരു സമൂഹത്തെ ഉദ്ധരിക്കുക, എല്ലാവരെയും വിദ്യാസമ്പന്നരാക്കുക എന്നത് വഴിയാണ് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവുണ്ടായിരുന്നതിൻ്റെ ഫലമായിട്ടാണ് മെത്രാൻ സ്ഥാനം ലഭിച്ച് വള്ളിക്കാട്ട് ദയറായിലേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ പരിശുദ്ധ പിതാവ് ചെയ്യുന്നത് ഇവിടെ ഒരു ഇംഗ്ലീഷ് പള്ളിക്കൂടം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. തനിക്ക് ലഭ്യമാകാതെ പോയിരുന്ന സാഹചര്യങ്ങൾ തൻ്റെ സമൂഹത്തിൽ എല്ലാവരെയും വിദ്യാപ്രാപ്തരാക്കി മാറ്റുക എന്നുള്ള ഒരു വലിയ ബോധ്യം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ പള്ളിക്കൂടം സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയാണ്. തനിക്ക് സിദ്ധിക്കാതെ പോയ ഇംഗ്ലീഷ് പഠനവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മറ്റും CMS മിഷണറിമാരും മറ്റും ബുക്കാനൻ സ്കൂളും മറ്റും സ്ഥാപിക്കുമ്പോൾ അവിടെ കടവിൽ മാർ അത്തനാസിസ് തിരുമേനി തൻ്റെ ഗുരുനാഥനോട് ആവശ്യപ്പെട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തന്നെ അയക്കണമെന്ന് ആവശ്യപ്പെടുകയും
അദ്ദേഹം ബുക്കാനൻ സ്കൂളിലേക്ക് പരിശുദ്ധ പിതാവിനെ പഠനത്തിനായി അയക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സിലോണിലേക്കുള്ള യാത്രയിൽ പരിശുദ്ധ പിതാവ് ഗുരുനാഥൻ നമ്മളുടെ പരിശുദ്ധ ഗീവർഗീസ് മാർ ദിവന്യോസ് നമ്മളുടെ കാതോലിക്ക ബാബ തിരുമനസിനെ സിലോണിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ് പഠനം പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വന്നിട്ടുള്ളതാണ്. ഈ ഒരു ശ്രമത്തിൻ്റെ ഭാഗം ഒരു സമൂഹത്തെ ഉദ്ധരിക്കുക വിദ്യാഭ്യാസത്തിൽ കൂടിയാണ് എന്നുള്ള വലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് വാകത്താനം കോട്ടയം CMS മിഷണറിമാരുടെയും മറ്റു മിഷണറിമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ധാരാളം വിദ്യാഭ്യാസ മാറ്റങ്ങളും പരിഷ്കരണങ്ങളും നടക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ ആണെങ്കിൽ തന്നെയും കോട്ടയത്തിൽ നിന്നും കുറേയേറിയ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വിദ്യാവെളിച്ചം കടന്നു വരാൻ കുറേ കൂടി താമസിക്കുമെന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടാണ് ഇവിടെ ഇപ്രകാരമുള്ള പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുവാൻ പരിശുദ്ധ പിതാവ് സന്നദ്ധനാകുന്നത്. ഇവിടെ തെക്കും വടക്കുമായി വാകത്താനത്തിൻ്റെ തെക്കും വടക്കുമായി ലോവർ പ്രൈമറി സ്കൂളുകളും അപ്പർ പ്രൈമറി സ്കൂളുകളും സ്ഥാപിക്കുന്നതിന്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിക്കുന്നതിന് വളരെയധികം ശ്രമങ്ങളും താല്പര്യങ്ങളും അദ്ദേഹം കാണിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനായി ഒരു പ്രത്യേക കമ്മിറ്റിയെ നിയമിക്കുകയും അതിൻ്റെ പ്രസിഡൻറ്റും ആയി വർത്തിക്കുകയും അതേപോലെ തന്നെ മറ്റ് സാമൂഹിക പ്രവർത്തകരുടെ സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടു കൂടി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയുമാണ് ചെയ്തത്. അതുവഴിയായി ഈ ഒരു പ്രദേശത്തിന് അല്ലെങ്കിൽ സാമൂഹികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഈ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതിലുപരിയായി അതോടൊപ്പം തന്നെ ഗതാഗത മാർഗങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിന് പരിശുദ്ധ പിതാവ് വളരെയധികം ശ്രമിക്കുന്നുണ്ട്. ദേവാലയത്തിലേക്ക് വരുമ്പോൾ മെത്രാനായി ദേവാലയത്തിലേക്ക് വരുമ്പോൾ ദേവാലയത്തിലേക്കുള്ള വഴികൾ വളരെ വിശാലമാക്കുന്നതിനും അത് വെട്ടിത്തെളിച്ച് ഗതാഗത യോഗ്യമാക്കി മാറ്റുന്നതിനും പരിശുദ്ധ പിതാവ് തയ്യാറാകുന്നത് കേവലം ആരാധനാ സൗകര്യങ്ങൾ ഒരുക്കുക മാത്രമല്ല, ഈ നാട്ടിലെ സർവരുമായ പാവപ്പെട്ടവരായ ആളുകളുടെ ഗതാഗത സൗകര്യം അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുക വഴി ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കുക, സാമൂഹിക വളർച്ചയ്ക്ക് സാമൂഹിക നവോത്ഥാനത്തിന് പര്യാപ്തമെന്ന നിലയിൽ ഒരു പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കുക, അതേപോലെ തന്നെ പാവപ്പെട്ടവരായ ആളുകളെ ക്രമീകരിച്ചുകൊണ്ട് ആളുകളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് സഹകരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക ഇത്യാദി പ്രവർത്തനങ്ങളിലൂടെ ഒരു ദീർഘദൃഷ്ടിയോടുകൂടിയ സാമൂഹിക പ്രവർത്തനങ്ങളാണ് പരിശുദ്ധ പിതാവ് കാഴ്ചവെക്കുന്നത്. അനേകം വൈദികർക്ക് പരിശീലനം നൽകിയിരുന്ന ഗുരുവായിരുന്നു അഭിമന്യ പരിശുദ്ധ തിരുമനസ്. ദേറായിൽ വൈദിക പഠനത്തിന് സൗകര്യമൊരുക്കിയിരുന്നു. അജപാലനത്തിന് യോഗ്യമായ വിധത്തിൽ വൈദികരെ പ്രാപ്തരാക്കുക എന്നത് പരിശുദ്ധ പിതാവിൽ നിക്ഷിപ്തമായിരുന്ന കർത്തവ്യമെന്ന് തിരിച്ചറിഞ്ഞ പിതാവ് താൻ പോകുന്ന ഇടങ്ങളിൽ യാത്രയാകുന്ന സ്ഥലങ്ങളിൽ അതിന് പ്രാപ്തരായവരെ കാണുമ്പോൾ, ദൈവവിളിക്ക് യോഗ്യരായവരെ കാണുമ്പോൾ അവരെ സ്വീകരിക്കുകയും കൊണ്ടുവരികയും അവരെ അജപാലന ദൗത്യത്തിലേക്ക് കടത്തിവിടുകയും ചെയ്യുക എന്ന പ്രവർത്തനം വളരെ വിജയകരമായാണ് പരിശുദ്ധ പിതാവ് നിർവഹിച്ചു വന്നത്. മലങ്കരയിൽ കാതോലിക്കേറ്റ് അതിൻ്റെ സ്ഥാനത്തിനും ബഹുമാനത്തിനും തക്കമുള്ള പരിശുദ്ധ പിതാവിൻ്റെ ചെയ്തികളിലേക്ക് പോകുമ്പോൾ മലങ്കരയിൽ കാതോലിക്കേറ്റിന് അതിൻ്റെ സ്ഥാനത്തിനും ബഹുമാനത്തിനും തക്കമുള്ള സ്ഥാനമാനങ്ങളും മുദ്രയും തലക്കെട്ടുമൊക്കെ രൂപപ്പെടുത്തുന്നതിൽ പരിശുദ്ധ പിതാവ് ബദ്ധശ്രദ്ധനായിരുന്നു. അൽമത്തിക്കാപ്പായും മുതലവായർമുടിയും അംശവടിയും ഒക്കെ രൂപപ്പെടുത്തുന്നതിന് പരിശുദ്ധ പിതാവ് ശ്രമിക്കുകയും അത് ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നാം കാണുന്ന പരിശുദ്ധ കാതോലിക്കേറ്റിൻ്റെ മുദ്രയുള്ള ചുവന്ന മഷയുള്ള തലക്കെട്ടോടുകൂടിയ കൽപ്പന ആദ്യം ഉപയോഗിക്കുന്നത് പരിശുദ്ധ പിതാവാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. വള്ളിക്കാട് ദയറ സ്ഥാപനവുമായി ബന്ധപ്പെട്ടും നമുക്ക് ധാരാളം പരിശുദ്ധ പിതാവിൻ്റെ ജീവചരിത്രത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നവീകരണത്തിൻ്റെയും മറ്റും പ്രവർത്തന ഫലമായി വാകത്താനം വലിയ പള്ളിയോട് ചേർന്നുകൊണ്ട് തന്നെ പാലക്കുന്നത്തുമാർ അത്താനാസ്യോസിൻ്റെയും മറ്റും ഫലമായി നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് അതിൽ നിന്നും വിട്ടുമാറി ഒരു ചെറിയ ഒരു കുന്നിൻ മുകളിൽ ഒരു പള്ളി സ്ഥാപിതമാകുന്നത്. നമുക്ക് അല്ലെങ്കിൽ ഓർത്തഡോക്സ് വിശ്വാസത്തിന് വാകത്താനം പള്ളി വലിയ പള്ളി നഷ്ടമാകുമോ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ക്രമീകരണവും സൗകര്യവും ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. അത് പിന്നീട് ഒരു ദയറ എന്ന തരത്തിൽ ശമാശന്മാരെ അഭ്യസിപ്പിക്കുന്നതിനും സഭയുടെ വിശ്വാസ പഠനത്തിനുമൊക്കെയുള്ള വലിയ മാർഗമായിട്ട് ദയറ പരിവർത്തനപ്പെടുകയാണ്. ദയറായ ഒരു വൈദിക പരിശീലന കേന്ദ്രമാക്കി മാറ്റുകയാണ്. നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റത്തെ ലക്ഷ്യമാക്കി നടത്തിയ പ്രവർത്തനങ്ങൾ വാകത്താനത്തിൻ്റെ പുരോഗതിയിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുകയാണ്.
വിദ്യാഭ്യാസം നേടുന്നതിൽ തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പിൻതലമുറക്കാർക്ക് ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടി നിരവധി വിദ്യാലയങ്ങൾ തുടക്കമിടുകയും അതുവഴിയായി ഈ ഒരു പ്രദേശത്തിന്, വാകത്താനത്തിന് സമൂഹത്തിൽ പ്രത്യേകമായ സ്ഥാനവും തദ്ദേശീയർക്ക് വിദ്യാഭ്യാസ ഉന്നതിയും ലഭ്യമാകുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ വെള്ളിക്കുരിശ് പണിയുവാൻ വേണ്ടി അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തേടിച്ചെന്ന നാലുനാക്കൽ പള്ളിയോട് വെള്ളിക്കുരിശല്ല പള്ളിക്കൂടം പണിയുവാനാണ് അദ്ദേഹം കൽപ്പിച്ചത്. ഗവൺമെൻറ് LP സ്കൂൾ വാകത്താനം, സെൻറ് മേരീസ് ആദായി സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വാകത്താനം ബസേലിയോസ് UP സ്കൂൾ, ഇത്തിത്താനം LP സ്കൂൾ ഇവയും തിരുമേനിയുടെ ശ്രമഫലമായി രൂപപ്പെട്ടവയാണ്. പുതുശ്ശേരി MGDM സ്കൂളിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നത് പരിശുദ്ധ പിതാവിൻ്റെ കാലത്താണ്. വാകത്താനം പോസ്റ്റ് ഓഫീസും മനോഹരമായ റോഡുകളും സഹകരണ സംഘം പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ പരിശുദ്ധ പിതാവിൻ്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഉണ്ണാമുറ്റം, ചീരംചിറ, പൊങ്ങന്താനം സ്കൂളുകളുടെ നവോത്ഥാനവും സ്ഥാപനവും പരിശുദ്ധ പിതാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് നടക്കുന്നത്. സ്ഥാനാരോഹണത്തിന് ശേഷം തിരുമനസ്സുകൊണ്ട് വാകത്താനത്ത് സ്ഥിരമായി താമസിച്ച് സമുദായ കാര്യങ്ങളിൽ ഉത്സാഹപൂർവ്വം ഏർപ്പെട്ടുകൊണ്ടിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സഭയുടെ അഭിവൃദ്ധി ജീവനോദ്ദേശമായി പരിഗണിച്ച് പ്രവർത്തിച്ചു വന്നിരുന്നു തിരുമേനി. പരിശുദ്ധ പിതാവിലേക്ക് നോക്കുമ്പോൾ വേദവിജ്ഞാനത്തിൽ അഗാധമായ പാണ്ഡിത്യമാണ് പരിശുദ്ധ പിതാവിന് ഉണ്ടായിരുന്നത്. വേദജ്ഞാനത്തോടൊപ്പം തന്നെ ശില്പവിദ്യയും തയ്യൽപ്പണിയും ആശാരിപ്പണിയും കൊല്ലപ്പണിയും എന്നുവേണ്ട എല്ലാത്തരം ചാതുരതയും വർത്തിച്ചിരുന്ന വ്യക്തിത്വമാണ് പരിശുദ്ധ പിതാവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും ഷമ്മാശന്മാരെ പഠിപ്പിക്കുമ്പോഴും മറ്റും തയ്യൽ പണികൾ നിർവഹിച്ചുകൊണ്ട് തന്നെ, കൊല്ലപ്പണികൾ ചെയ്തു, അതുപോലെ തന്നെ കടഞ്ഞെടുത്തുകൊണ്ടുമൊക്കെ തന്നെ അവർക്ക് സെമിനാരിയിൽ വേദ പാണ്ഡിത്യം പകർന്നു കൊടുക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. വള്ളിക്കാട്ടുപള്ളിയുടെയും വാകത്താനം പള്ളിമുറിയുടെയും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പരിശുദ്ധ പിതാവിൻ്റെ ശില്പ വൈദഗ്ധ്യം അതിനുള്ള തെളിവാണ്. അതോടൊപ്പം തന്നെ കോട്ടയം അങ്കമാലി ഭദ്രാസനങ്ങളുടെ പ്രവർത്തനങ്ങളോടൊപ്പമാണ് അദ്ദേഹം പ്രധാനമായും വർത്തിച്ചിരുന്നതെങ്കിൽ തന്നെ സഭയാകമാനം വിശ്വാസസ്ഥിരതയിൽ വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും പരിശുദ്ധ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാവുകയും സഭ ആകമാനം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുകയും ചെയ്തു. സഭയിൽ ആദ്യമായി ഒരു പഞ്ചാംഗം, സഭാ പഞ്ചാംഗം എന്ന പേരിൽ സഭാ പഞ്ചാംഗം നിർമ്മിതമാകുന്നത് പരിശുദ്ധ പിതാവിൻ്റെ കാലത്താണ്. മറ്റു സമുദായങ്ങൾക്കിടയിൽ ഉള്ളതുപോലെ അതിനേക്കാൾ അല്പം കൂടി സഭയുടെ വിശേഷങ്ങൾ കൂടി ചേർത്തുള്ള ഒരു പഞ്ചാംഗങ്ങൾ സഭാകാര്യങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കപ്പെടുക, വിശ്വാസികളെ തീക്ഷ്ണതയുള്ളവരാക്കി ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശത്തിൻ്റെ ഫലമാണ്. പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളും ലേഖനങ്ങളും വെളിപാട് പുസ്തകവും ഒക്കെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുക എന്നുള്ള വലിയൊരു കൃത്യം കൂടി പരിശുദ്ധ പിതാവ് നിർവഹിക്കുന്നുണ്ട്. തൽഫലമായി സഭയിലൊരു പ്രത്യേകമായ വിശ്വാസ തീക്ഷ്ണതയിൽ സഭാവാസികളെ ഉറപ്പിച്ചു നിർത്തുന്നതിന് പരിശുദ്ധ പിതാവിൻ്റെ ശ്രമങ്ങൾ വളരെ വലുതായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ദ്വിതീയ കാതോലിക്കയായി ചുമതലയേൽക്കുമ്പോൾ സഭയിൽ നിലനിന്നിരുന്ന ഭിന്നിപ്പുകളിൽ മനസ്സുകൊണ്ട് ഖേദം പ്രകടിപ്പിക്കുകയും സഭയിൽ ഒരു സമാധാനത്തിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അപൂർവമായ വ്യക്തിത്വത്തിൻ്റെ സവിശേഷത കൂടി പരിശുദ്ധ പിതാവിൽ നമുക്ക് കാണാൻ സാധിക്കും. വിനയത്തിൻ്റെയും വിശ്വാസ നിർമ്മലത്തിൻ്റെയും മകുടമായിരുന്നു മാർ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ ബാവ തിരുമേനി. തൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സഭയെ നയിച്ചു. ദ്രവ്യത്തെക്കാളുപരി ദൈവത്തെയും ശരീരത്തെക്കാൾ ഉപരിയായി ആത്മാവിനെയും ആരാധിച്ചിരുന്ന അദ്ദേഹം കരുണാമയനും കനുവിന് ഉറവയുമായിരുന്നു. സഭാചരിത്രത്തിൽ സംഘർഷപൂരിതമായ അന്തരീക്ഷത്തിൽ അക്ഷോഭ്യനും ആദർശധീരനായും അദ്ദേഹം നിലയുറപ്പിക്കുന്നു. കാതോലിക്ക സിംഹാസനത്തിൻ്റെ കരുത്തും സ്വജീവിതത്തിലൂടെ പ്രകാശോജ്വലമാക്കുന്നതിന് പരിശുദ്ധ പിതാവിൻ്റെ ജീവിതശൈലി കൊണ്ട് സാധിക്കുന്നുണ്ട്. മതം പലപ്പോഴും ഒരു ഉണർത്തുപാട്ടാണ്. അത് ഏതുതരം ഉണർവുകളെയാണ് സമൂഹത്തിന് ദാനം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഉണർത്തുപാട്ടിൻ്റെ പ്രത്യേകത. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയും ഇതുതന്നെയാണ്. ഓരോ മതവും പ്രത്യേകം ഉണർത്തുപാട്ടുകളായി വർത്തിക്കുമ്പോൾ ഏതു തരത്തിലുള്ള ഉണർവുകൾക്ക് മുഖാന്തരമായി മതം മാറുന്നു എന്നുള്ളത് കാലിക പ്രസക്തമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയും അതുതന്നെയാണ്. സമൂഹത്തിന് അനുരൂപമായി മതം മാറുമ്പോൾ
മതം എന്ന് പറയുന്നത് കേവലം ആത്മീയതയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒന്ന് മാത്രമായിട്ട് മാറുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒന്നായിട്ട് മാറുകയും ചെയ്യുമ്പോഴാണ് മതങ്ങൾ പലപ്പോഴും പ്രഹസനങ്ങളായി മാറുക. ലോകത്ത് ഒരു മതവും അവരുടെ തന്നെ അണികളോടുള്ള പ്രതിബദ്ധതയിൽ നിന്നും മാറി നിൽക്കുന്നില്ല എന്നുള്ള മാർക്സിന്റെ വാക്കുകൾ നമുക്ക് ഇത്തരുണത്തിൽ അനുസ്മരിക്കാം. പലപ്പോഴും സ്വന്തം അണികളിലേക്ക് മാത്രം വിശ്വാസത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിനോ പകർന്നു കൊടുക്കുന്നതിനോ മാത്രമായിരിക്കും പലപ്പോഴും മതങ്ങൾ തുനിയുക. ഇസ്ലാം മതത്തിൽ നിന്ന് മാത്രമാണ്, ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം നബിയെയും ക്രിസ്ത്യാനികൾക്ക് മാത്രം ക്രിസ്തുവിനെയും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ദ്വന്ദ്വ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. ഈ ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധ പിതാവിനെ പോലെയുള്ളവർ ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങൾക്കപ്പുറമായി ഒരു സമൂഹത്തെ മുഴുവൻ തന്നിലേക്ക് ചേർത്ത് നിർത്തുന്നതിന്, ആദായപ്പെടുത്തുന്നതിന്, സാമൂഹികമായി പരിഷ്കരിക്കുന്നതിന്, വിദ്യാഭ്യാസപരമായ കാഴ്ചപ്പാടുകൾ പകർന്നു കൊടുക്കുന്നതിന് മുന്നിട്ടിറങ്ങുകയും ആ പ്രവർത്തനങ്ങൾ സഭയുടെ സമൂഹത്തിൻ്റെ ഇത്തരണമായ പുരോഗതിക്ക് വളരെയധികം കാരണമായി തീരുകയും ചെയ്യുക. പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ശങ്കരനാചാര്യയുടെ ഗീവർഗീസ് പ്രഥമനും സ്വർഗാരോഹണവും എന്നുള്ള പാനപ്പാട്ട് പോലും വളരെ ശ്രദ്ധേയമാണ്. ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക്, മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിലേക്ക്, ഒരു സമുദായത്തിലേക്ക്, ഒരു സമൂഹത്തിലേക്ക്, ഒരു സംസ്കാരത്തിലേക്ക് കടന്നു ചെല്ലുവാൻ എത്രമാത്രം സാധിക്കുമായിരുന്നു എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് പരിശുദ്ധ പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ എന്നില്ല. തീർച്ചയായും കൃത്യമായ ജീവിത വീക്ഷണവും കൃത്യമായ ജീവിതശൈലിയും ഉണ്ടായിരുന്ന അപൂർവമായ പ്രതിഭാസമാണ് പരിശുദ്ധ പിതാവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ അപ്രകാരമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നിൽക്കുക. കൃത്യമായ കാര്യവിചാരണകളിലൂടെ ഓരോ ദിവസവും കൃത്യമായ രേഖപ്പെടുത്തലുകൾ കൂടി സഭയുടെ നാൾ വഴിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് പരിശുദ്ധ പിതാവിന് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഓർമ്മപ്പെടുത്തൽ സഭയുടെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് പിൽക്കാല തലമുറയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളും ബോധവും പകരുന്നതിനാണ് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ചേർന്ന് നിന്ന വ്യക്തിത്വത്തെ ഒരു സമൂഹം അത് ജാതി മത വർണ്ണ ചിന്തകൾക്ക് അപ്പുറമായി വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഒരു സമൂഹത്തോടെ, ഒരു സഭയോടെ, ക്രിസ്തീയ വിശ്വാസത്തോടുള്ള ഏറ്റവും വലിയ മാതൃകാപരമായ കാഴ്ചപ്പാടായിട്ട് അത് മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മാത്യൂസ് ദിദിയൻ ബാവ അനുസ്മരിക്കുന്നത് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതത്തോട് വളരെയധികം താതാമ്യപ്പെടുത്താവുന്ന ഒരു വ്യക്തിത്വ സവിശേഷതയാണ് ഗീവർഗീസ് പ്രഥമൻ ബാവയ്ക്ക് ഉള്ളത് എന്ന്. പരിശുദ്ധ ബാബ പരിമല തിരുമേനിക്ക് ശേഷമായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിൻഗാമിയായി തൻ്റെ ശിഷ്യനിൽ ഒരു പരിമല തിരുമേനിയുടെ പിൻഗാമിത്വം കാണുന്നുവെന്ന് ഗുരുനാഥൻ ദർശിക്കുന്നത് ഈ ജീവിത വീക്ഷണത്തിൻ്റെ ഫലമാണ്. പലപ്പോഴും അധികാരവും സ്ഥാനമാനങ്ങളും തനിക്കുള്ള അപ്രമാദിത്വങ്ങളായി ഏറ്റുവാങ്ങുന്ന ഒരു പുതിയ സമൂഹത്തിൽ ഇതിനൊക്കെ അപ്പുറമായി ലോകവീക്ഷണവും ജീവിത വീക്ഷണവും ക്രിസ്തുവിൻ്റെ മാതൃകയും സമൂഹത്തിന് വേണ്ടി പകർന്നു കൊടുക്കുവാൻ പരിശുദ്ധ പിതാവിന് സാധിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ ഗീവർഗീസ് പ്രഥമൻ ബാവയുടെ പരിശുദ്ധമായ ഓർമ്മകളിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളത്. നമുക്ക് ആ പരിശുദ്ധ പിതാവിൻ്റെ തൃപ്പാദത്തിൽ ശരണപ്പെടാം. പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയും കാവലുമായിരിക്കട്ടെ. അദ്ദേഹം പകർന്നു തന്ന ജീവിത വീക്ഷണവും സാമൂഹികമായ കാഴ്ചപ്പാടുകളും നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ, നമ്മളുടെ മധ്യസ്ഥനായി ശരണപ്പെടുവാൻ, സഭയിലെ പരിശുദ്ധ തലത്തിലേക്ക് ഉയർത്തപ്പെട്ട് അംഗീകരിക്കപ്പെടുവാൻ പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മകൾ, പ്രാർത്ഥനകൾ, ജീവിത വീക്ഷണങ്ങൾ നമ്മെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചുയർത്തുന്നതിന് സാഹചര്യമൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഭയെ പ്രതികൂല കാലാവസ്ഥയിൽ നയിച്ച് സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിലേക്ക് സഭയെ നയിച്ചതുപോലെ ജീവിതത്തിൻ്റെ പ്രതികൂലാവസ്ഥകളിൽ താങ്ങും തണലുമായിരിക്കുന്ന പിതാവാം ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഗീവർഗീസ് പ്രഥമൻ ബാവയുടെ ഓർമ്മകൾ നമ്മളുടെ ജീവിതത്തിന് മുഖമുദ്രയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോട്, ആശംസയോടെ നിർത്തുന്നു.